ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ മുഖ്യമന്ത്രിനെ കിട്ടിയിട്ടില്ല ട്രോൾ. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കളൊരു UDF-കാരന് എന്നുള്ള നിലയിൽ ആരാവും അടുത്ത മുഖ്യമന്ത്രി? ചർച്ചകൾ വരണം, അപ്പോഴതിന് ജനാധിപത്യ ഒരു ബോധ്യവും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അതെ, അഭിപ്രായങ്ങൾ കൂടണം. ഓക്കെ. അതിപ്പോ കഴിഞ്ഞ VS-ന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. VS മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച തെരുവിലിറങ്ങിയ ടൈം ഉണ്ടായിട്ടുണ്ട്. അതെ. അന്ന് പിണറായും VS-ആയിട്ട് ഒരു രണ്ട് ചേരി. അത് സത്യം, യാഥാർത്ഥ്യം. അതും പിന്നെ അത് പ്രമാണിച്ച ഇത് സാധാരണ പൊതുവെ കോൺഗ്രസിന്റെ ഒരു ഇങ്ങനെ തന്നെയാണ്. എന്താ വെച്ചാല് ജനവിധി തേടിക്കഴിഞ്ഞാൽ പിന്നെ ആരാവണം എന്നുള്ള 4-5 ആളുകൾ ഉണ്ടാവും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പാർട്ടിക്കാരന്മാർക്ക് എല്ലാവരും യോഗ്യരാണ്. അത് 10-15 ആൾക്കാരും വിദ്യാഭ്യാസമായിട്ടും എല്ലാപരമായിട്ടും കഴിവുകൾ കൊണ്ട് തെളിയിച്ച ആളുകൾ തന്നെ. അപ്പൊ അതിൽ നിന്നും പിന്നെ യോഗ്യരാരാന്നുള്ളത് പിന്നെ MLA-മാർ മുഖാന്തരം ജനങ്ങളെ ഇതിൽ നിന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ചെറിയതായിട്ടൊക്കെ ജനങ്ങളെ വികാരങ്ങളൊക്കെ വോട്ട് ചെയ്തവരൊക്കെ മനസ്സിലാക്കണം. വരികയാണെങ്കിൽ സതീശനായിരിക്കും ചാൻസ്. അഥവാ അത് KC വരികയാണെങ്കിൽ അത് ഭാവിയിൽ കോൺഗ്രസിന്റെ ഒരു അധപ്പതനത്തിന് കാരണമാവും. ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ മുഖ്യമന്ത്രിനെ കിട്ടിയിട്ടില്ല ട്രോൾ. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കളൊരു UDF-കാരന് എന്നുള്ള നിലയിൽ ആരാവും അടുത്ത മുഖ്യമന്ത്രി? ചർച്ചകൾ വരണം, അപ്പോഴതിന് ജനാധിപത്യ ഒരു ബോധ്യവും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അഭിപ്രായങ്ങൾ കൂടണം. ഓക്കെ. അതിപ്പോ കഴിഞ്ഞ VS-ന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. VS മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച തെരുവിലിറങ്ങിയ ടൈം ഉണ്ടായിട്ടുണ്ട്. അതെ. അന്ന് പിണറായും VS-ആയിട്ട് ഒരു രണ്ട് ചേരി. അത് സത്യം, യാഥാർത്ഥ്യം. അതും പിന്നെ അത് പ്രമാണിച്ച ഇത് സാധാരണ പൊതുവെ കോൺഗ്രസിന്റെ ഒരു ഇങ്ങനെ തന്നെയാണ്. എന്താ വെച്ചാല് ജനവിധി തേടിക്കഴിഞ്ഞാൽ പിന്നെ ആരാവണം എന്നുള്ള 4-5 ആളുകൾ ഉണ്ടാവും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പാർട്ടിക്കാരന്മാർക്ക് എല്ലാവരും യോഗ്യരാണ്. അത് 10-15 ആൾക്കാരും വിദ്യാഭ്യാസമായിട്ടും എല്ലാപരമായിട്ടും കഴിവുകൾ കൊണ്ട് തെളിയിച്ച ആളുകൾ തന്നെ. അപ്പൊ അതിൽ നിന്നും പിന്നെ യോഗ്യരാരാന്നുള്ളത് പിന്നെ MLA-മാർ മുഖാന്തരം ജനങ്ങളെ ഇതിൽ നിന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ചെറിയതായിട്ടൊക്കെ ജനങ്ങളെ വികാരങ്ങളൊക്കെ വോട്ട് ചെയ്തവരൊക്കെ മനസ്സിലാക്കണം. വരികയാണെങ്കിൽ സതീശനായിരിക്കും ചാൻസ്. അഥവാ അത് KC വരികയാണെങ്കിൽ അത് ഭാവിയിൽ കോൺഗ്രസിന്റെ ഒരു അധപ്പതനത്തിന് കാരണമാവും. ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ മുഖ്യമന്ത്രിനെ കിട്ടിയിട്ടില്ല ട്രോൾ. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കളൊരു UDF-കാരന് എന്നുള്ള നിലയിൽ ആരാവും അടുത്ത മുഖ്യമന്ത്രി? ചർച്ചകൾ വരണം, അപ്പോഴതിന് ജനാധിപത്യ ഒരു ബോധ്യവും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അഭിപ്രായങ്ങൾ കൂടണം. ഓക്കെ. അതിപ്പോ കഴിഞ്ഞ VS-ന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. VS മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച തെരുവിലിറങ്ങിയ ടൈം ഉണ്ടായിട്ടുണ്ട്. അതെ. അന്ന് പിണറായും VS-ആയിട്ട് ഒരു രണ്ട് ചേരി. അത് സത്യം, യാഥാർത്ഥ്യം. അതും പിന്നെ അത് പ്രമാണിച്ച ഇത് സാധാരണ പൊതുവെ കോൺഗ്രസിന്റെ ഒരു ഇങ്ങനെ തന്നെയാണ്. എന്താ വെച്ചാല് ജനവിധി തേടിക്കഴിഞ്ഞാൽ പിന്നെ ആരാവണം എന്നുള്ള 4-5 ആളുകൾ ഉണ്ടാവും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പാർട്ടിക്കാരന്മാർക്ക് എല്ലാവരും യോഗ്യരാണ്. അതെ 10-15 ആൾക്കാരും